പ്രിൻസിയുടെ നെറ്റിക്ക് കൊണ്ടുവന്ന് ജിൻസി ഉടമ്പടി തൈലത്തിൻ്റെ കുരിശ് വരക്കും. കുരിശ് വരച്ച് പറഞ്ഞ്, എടോ താനും മക്കളും ഭർത്താവുമായിട്ട് ഈ കൊല്ലം തന്നെ വേറെ രാജ്യത്തേക്ക് പോകാൻ മാതാവ് ഇടയാക്കുമെന്ന് പറയും. അപ്പോൾ ഈ പ്രിൻസി പറയും, എൻ്റെ ജിൻസി എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്താ കാര്യം? അവർ അത് ശരിയാണ്, അവിടെ ജീവിതം അങ്ങനെയാണല്ല. ദൈവത്തിന് ഈ അടുത്ത 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അത്. അവർ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജിൻസി എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ വൃത്തികെട്ട ജീവിതം ജീവിച്ച് വിശ്വാസം അവിടെ പോയി. അതാ നമ്മുടെ ജീവിതം, വിശുദ്ധിയും വിശ്വാസവും ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. അപ്പം നിങ്ങൾ വിശ്വാസം മതി, വിശുദ്ധി വേണ്ടെന്നല്ല പറയണത്. വിശ്വാസം എന്തിലാണ് വിശ്വസിക്കണത്? നമ്മൾ കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്. ആ വചനത്തിനുള്ള പ്രശ്നം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കണത്. വിശ്വാസം എവിടുന്നാണ് വേണ്ടത്? കേൾവി എന്നല്ലേ. കേൾവി എന്ന് എവിടുന്നാണ് വേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ നമ്മളൊരു 10-17 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. റോമ 10:17. വിശ്വാസം കേൾവി. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി നിന്ന്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതൊക്കെ കൃത്യമല്ല. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം റോമ 10:17. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവി നിന്ന്. കേൾവി എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അതാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ വിശ്വാസം തന്നെ എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ് വരണത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം എവിടെ നിന്ന് നമുക്ക് വരണത്? വചനത്തിൽ നിന്നാണ് വരണത്. വചനത്തിൻ്റെ പ്രശ്നം എന്താണ്? വചനത്തിന് 2-3 ഗുണങ്ങളാണുള്ളത്. ഒന്നെന്താണ്? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 എടുത്ത് സുവിശേഷത്തെ പറ്റി പറഞ്ഞ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയണത്, വചനം എന്ന് പറയണത് എന്താണ്? അത് രക്ഷയിലേക്ക് നയിക്കുന്ന. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവാണ്. ലൂക്ക 2:30 എടുത്ത്. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ബേസിക് വചനങ്ങളാണ്. എന്താണ്? ക്രിസ്തുവിനെ കയ്യിലെടുത്തപ്പോൾ ശമയോൻ പറഞ്ഞതാണ്. എന്താണ്? സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. മനസ്സിലായില്ലേ? യഹൂദന് വേണ്ടിയും അക്രൈസ്തർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിംസിന് വേണ്ടിയും പാർസികൾക്ക് വേണ്ടിയും. എന്താണ്? എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി പറഞ്ഞേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതാരാണ്? ക്രിസ്തുവാ. അതാണ് ക്രിസ്തുവ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. 10:17 റോമ. വിശ്വാസം കേൾവിയിൽ നിന്നും. പറഞ്ഞേ. വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പൊ വചനം എന്താണ്? വചനം റോമ 1:16 അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത്? ദൈവത്തിന്റെ ശക്തി ലഭിക്കും. പിന്നെ എന്ത് കിട്ടും? വിശുദ്ധി കിട്ടും. അപ്പൊ അതാണ് പ്രശ്നം. ഈ വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വായിച്ചില്ലേ? 2 Corinthians 12:9 വായിച്ചില്ലേ? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ വായിച്ചു അല്ലേ? അപ്പോൾ ഈ ശക്തി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിങ് പ്രക്രിയ എന്താണ്? അതെന്ത്? റോമ 1:16 എന്താണ്? സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ വചനം എന്ത് ചെയ്യും? നമ്മൾ പാലിക്കുമ്പോഴേ, അതാണ് അവൻ പറയണ പോലെ ചെയ്യണത്. വചനം നമ്മൾ പാലിക്കുക. വചനം പാലിക്കുമ്പോൾ എന്ത് പറ്റും? വചനം പാലിക്കുമ്പോഴേ ഈ ക്രിസ്തുവാകുന്ന ശക്തി എന്താ സംഭവിക്കണത്? നമ്മുടെ ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസം ലഭിക്കുന്നവന് ഈ ശക്തി പ്രവർത്തിക്കണത് എങ്ങനെയാണ്? ശക്തി പ്രവർത്തിക്കണമെങ്കിലുള്ള അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്?
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. 15:3 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതാണ്. അപ്പൊ വചനത്തിന്റെ പ്രശ്നം വെച്ചാൽ വചനത്തിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമുക്ക് വചനം കേൾക്കുമ്പോൾ ഉടനെ അടയാളങ്ങൾ ഉണ്ടാകത്തില്ല. ശക്തി പ്രവർത്തിക്കണ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം. അപ്പോൾ വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ഉണ്ടാകണത്. അപ്പോൾ വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പൗലോസപ്പോസ്തലന്റെ വചനമാണ്. അപ്പം ഇതിനകത്ത് വരുന്ന വിഷയം, വചനം കേൾക്കുന്ന മാത്രയിൽ 15:3 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പം ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ആദ്യം ബേസിക്കായിട്ട് അതാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ പിന്നീട് എന്താണ്? അവൻ പറയുന്ന പോലെ ചെയ്ത് കഴിയുമ്പോൾ വചനത്തിൻ്റെ റോമ 1:16 അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം വിശുദ്ധീകരണമാണ് വേണ്ടത്. ആദ്യം വിശുദ്ധീകരണം സംഭവിച്ച് കഴിയുമ്പോൾ അത് ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ചില ആൾക്കാർക്ക് മണ്ടത്തരം പറ്റും. അവർ വിശുദ്ധീകരിക്കത്തില്ല. ആ പഴയ പോലെ അഴുക്കട്ട ജീവിതം തന്നെ ജീവിക്കും. വൃത്തികെട്ട വർത്തമാനം പറയും, നാട്ടുകാരുടെ കഴുത്തേക്ക് കയറും, കണ്ടവൻ്റെ പരദൂഷണം പറയും, ഏഷണി പറയും. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ആ പഴയ ജന്മത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. എന്നിട്ട് തിരികത്തിച്ച് ദൈവത്തിന് പുകയിട്ടുകൊണ്ടിരിക്കും. കൊപ്രയൊക്കെ പുകയണമെന്ന് പറഞ്ഞ പോലെ തിരികെ ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഇവരാ പഴയ പിടുത്ത് കൂതറ ജന്മമായിരിക്കും സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കരുത്തേക്ക് കയറും, എല്ലാവരുടെയും കുറ്റം പറയും, എവിടെ നോക്കിയാലും നെഗറ്റീവ് പറയത്തുള്ളൂ. ഇങ്ങനെ ആ പഴയ ജന്മം തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പഴയ ജന്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തകർച്ച വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തകർച്ച വരാൻ കാര്യം എന്താണ്? നമ്മുടെ ജന്മം ഇതുപോലെ പാഴ്ജന്മം ആയതുകൊണ്ട്, പാപത്തിൻ്റെ ജന്മം ആയതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അനുതാപമില്ല. അവരാ പഴയ വൈകൃത ജീവിതം തന്നെ ജീവിച്ചു തീർക്കണ കാരണം അവർക്ക് അതിനെക്കുറിച്ച് തകർച്ച അവർ എന്താണ് ക്ഷണിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ എന്താ പറയുന്നത് അറിയാവുക? നിങ്ങൾ എങ്ങനെയാണ് വീണതെന്ന് നോക്കാൻ പറയും. ബൈബിൾ അതാണ് പറയണത്. നിങ്ങൾക്കിപ്പോൾ തകർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായും പൊളിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ സംഭവിച്ച്, ഇങ്ങനെ സംഭവിച്ച്, മകൻ്റെ ജോലി പോയി, അവനെ കഞ്ചാവ് പിടിച്ച്, ഭർത്താവ് വേറെ പെണ്ണുങ്ങളടുത്ത് പോയി, ഇങ്ങനെ കണാകുണായും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെ വീണെന്ന് നോക്കാൻ പറയും. മകനെ കഞ്ചാവ് പിടിച്ചതെന്ന് പറഞ്ഞ കാര്യം, അയ്യോ അവന് പച്ചക്കും ഇല്ലയെന്ന് വെച്ചാൽ പഴുത്തതിനും ഇല്ലയെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരൻ കൊടുത്ത പൊതിയായിരുന്നു, അവനെ അറിയാൻ പോലെ അവൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ച് അവസാനം പോലീസ് പിടിച്ചതൊക്കെ പറയും. ഇങ്ങനെ പറയാവുന്നല്ലാതെ കഥയില്ല. ബൈബിൾ എന്താ പറയണത്? ഇങ്ങനെ ഒരു പാട്ടൊന്നും പാടണ്ട, മറിച്ച് എന്ത് ചെയ്യണം? എങ്ങനെ നിങ്ങൾ വെളിപ്പാട് 2:5 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 2:5 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചുവെന്ന് ചിന്തിക്കുക. ഇതാണ് പ്രശ്നം. അതായത് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം പറയണം, ഇങ്ങനെ പാട്ടൊക്കെ പാടാതെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണ് ഫോളായെന്ന് നോക്കണം. ഫാളിങ് എവിടെ സംഭവം, എവിടെയാണ് വീണെന്ന് നോക്കണം. ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. അതുകൊണ്ട് ഈശോ ആ നിലപാടിന്, അത് ഈശോയുടെ നിലപാടാണ്. ബൈബിൾ തുന്നിക്കെട്ടുമ്പോൾ അവസാനമായിട്ട് വെളിപാട് അവസാനിക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ വാക്കുകളാണ്. എന്താണ്? മനുഷ്യൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി, തകർച്ച എങ്ങനെ വന്നു, അതെന്താണ്? കയ്യിരിപ്പ് പരിശോധിക്കാൻ പറയുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, സിലോഹയിലെ ഗോപുരം വീണ് 18 പേര് മരിച്ചു. അതിന് കർത്താവിനൊരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷനും ഇല്ല. അങ്ങയുടെ കാലത്ത് ആ ആഴ്ച സംഭവിച്ചതാണ്. ഒരു ഗോപുരം ഉണ്ടായിരുന്നു, അത് പിടച്ച തല്ലി വീണ് 18 പേരുടെ കാഞ്ഞുപോയി. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ആ സിലോഹയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാളൊക്കെ ഈ ഗോപുരം വീണ് ചത്ത കക്ഷികൾ പാപികളാണെന്ന് നിങ്ങൾ കരുതണുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ തകരും. ഇപ്പം തകർച്ച വന്നെ എന്താണ് കാര്യം? എവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കൊച്ചിനെ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവൻ കഞ്ചാവ് വലിക്കത്തുമില്ല, കഞ്ചാവ് സൂക്ഷിക്കത്തുമില്ല.
അവൻ്റെ കൂട്ടുകാരൻ അവനെ ചതിച്ചതാണ്. പക്ഷേ ഇപ്പം അവനകത്താണ്, മകനകത്താണ്. ഇപ്പം അവൻ പറയും, ഞാനിനി ഒരു ദൈവത്തിലും വിശ്വസിക്കണില്ല. എന്താ കാര്യം? ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ട് ഞാൻ അകത്ത് പോയില്ലേ? നീ തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിൻ്റെ അമ്മ തെറ്റ് ചെയ്താൽ മതി. ഞാൻ ആ ചേട്ടത്തിയോട് ചോദിച്ചേ, ചേട്ടത്തി ഇവനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എത്ര പ്രാവശ്യം 8 മാസം വരെ നിങ്ങൾ പണിക്ക് പോയെന്ന് കേട്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ ദേവാലയത്തിൽ പോയി? അതാണ് വിഷയം. നിസ്സാരമില്ല, ഇത് ഒറ്റക്കൈക്കും കച്ചും കൈയും തിരിയത്തില്ലേ? നിങ്ങളിപ്പോൾ തൊഴിലുറപ്പിന് പോണവരുണ്ട്, ഓഫീസിൽ പോണവരുണ്ട്. അവസാന പ്രസവ ലീവ് കൂടിയെടുക്കാൻ വേണ്ടിയേ, പ്രസവ ലീവ് ഗവൺമെൻറ് കൊടുക്കുമല്ലോ, മെറ്റേണിറ്റി ലീവ്. മെറ്റേണിറ്റി ലീവ് പോകാതിരിക്കാൻ വേണ്ടി പ്രസവിക്കണതിന് 5 ദിവസം മുമ്പ് വരെ അവർ ഓഫീസിൽ പോകും, പക്ഷേ ദേവാലയത്തിൽ പോകത്തില്ല. അതാണ് വിഷയം. കർത്താവിന് അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ പ്രസവ ലീവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അന്ത്യനിമിഷം വരെ പ്രസവിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ നിങ്ങൾ ഓഫീസിൽ പോകും. പക്ഷേ അതേസമയം തന്നെ ദൈവികമായ കാര്യങ്ങൾക്ക് ഈ മകനെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്തായിരുന്നു? ദൈവികമായൊരു കൃപയിലാണോ നിങ്ങൾ ഇവനെ പ്രസവിച്ചതെങ്കിൽ ഇവനെ ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് സ്മിർനായിലെ സഭ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഏതവസ്ഥയിൽ നിന്ന് നിബന്ധിച്ചുവെന്ന് നോക്കുക. ഒറ്റ കൈക്ക് തീരത്തില്ല കേട്ടോ. അതായത് ആദ്യം വിശുദ്ധീകരണം, പിന്നെ ശക്തീകരണം. അതാണ് ദൈവത്തിൻ്റെ ഒരു ആക്ഷൻ്റെ രീതി. അതാണ് നിങ്ങൾ പറഞ്ഞത്. എന്താണ്? ആദ്യം ശക്തീകരണം, പിന്നെ ഞാൻ വിശുദ്ധീകരിച്ചോളാം. നടക്കത്തില്ല. ഇത് കറക്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ മക്കളെല്ലാവരും കാര്യം ഉടമ്പടി 10 പേര് ചെയ്താൽ 10 പേരും വലിയ രക്ഷ. കാര്യം ഉടമ്പടി പെർഫെക്റ്റ് ഫോർമുലയാണ്, അതിന് തെറ്റില്ല, അത് കറക്റ്റാണ്, പ്രൂവൺ ഫാക്റ്റാണത്. പക്ഷെ ചില ആൾക്കാർ അത് ചെയ്ത് തെറ്റിക്കണുണ്ട്. ആദ്യം എന്താണ്? ആദ്യം വിശുദ്ധീകരണം, പിന്നെ എന്ത് ചെയ്യണം? പിന്നെയാണ് അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വിശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എങ്ങനെയാണ് എന്താണ് എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് ജീവിച്ചാൽ മതി. അതാണ് ഈശോ പറഞ്ഞത് 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? കൊല്ലരുത്. അപ്പോൾ അബോർഷൻ അവിടെ വെച്ച് തന്നെ തീരുമാനമായി. അബോർഷനെ കുറിച്ച് അവിടെ തീരുമാനമായി. നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാൻ അനുവാദമില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് അബോർഷൻ ചെയ്തത്? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 2 അബോർഷൻ ചെയ്തിട്ട് 3ാമത്തെ കൊച്ചിനാണ് ഇപ്പോൾ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. 2 അബോർഷൻ ഗർഭപാത്രം കൊലക്കലമാക്കിയതിന് ശേഷമാണ് 3ാമത്തെ കൊച്ച് ജനിച്ച്. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങളെ പ്രത്യേകിച്ച് 2ാമത്തെ കൊച്ചിനെ പെട്ടെന്ന് ജനിച്ച് പ്രഗ്നൻ്റ് ആയത് കാരണം പാൽ കൊടുക്കണമല്ല, ഷേപ്പ് പോകുമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിലേക്ക് മാറ്റിവെച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലോ സൗകര്യത്തിൻ്റെ വിഷയത്തിലോ ആണ് ദൈവികമായ പദ്ധതി മാറ്റിവെച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ദൈവികമായ പദ്ധതിയല്ല. ദൈവഭയമില്ലെന്ന് എൻ്റെ അർത്ഥം. ദൈവഭയമില്ല. അത് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ചെയ്യും. അതിപ്പോൾ ദൈവത്തെ അറിയാത്ത ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യണത്. അതുപോലെ ദൈവത്തെ അറിഞ്ഞ ആൾക്കാരും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്ങനെ ചെയ്യണത്? അത് എപ്പോഴും എന്തുകൊണ്ടാണ് കൽപ്പനകൾ വരണത്? ഒരു കൽപ്പന എന്തുകൊണ്ടാണ് വരണത്? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ, ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പോൾ തന്നെ എനിക്ക് മുമ്പേ പോയ അണ്ണന്മാർ വേറെ വഴി എടുത്തു പോയി. ഞാനുണ്ട് ചെന്ന് ബ്ലോക്കിൽ പെട്ട്. കാരണം ഞാൻ ഉറക്കമായിരുന്നു. വണ്ടിയിൽ ഡ്രൈവർ അടിച്ച് വിട്ടു പോയി, ചെന്ന് ബ്ലോക്കിൽ പെട്ട്. ബ്ലോക്കിൽ എത്ര മണിക്കൂർ? 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. ഞങ്ങളൊരു ഒപ്പം കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്ത ആൾക്കാർ ഞങ്ങളെക്കാൾ 1.5 മണിക്കൂർ നേരത്തെ അവിടെ എത്തി. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ എത്തി? ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായെന്ന്. ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ഗൂഗിൾ മുഴുവനും ചുവപ്പ് പോരാ, എത്ര 18 കിലോമീറ്റർ ബ്ലോക്ക് എന്ന് ഗൂഗിൾ കാണിച്ച്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ വേറെ വഴി അതായത് ഗൂഗിൾ ഞങ്ങൾക്ക് വേറെ വഴി പറഞ്ഞു തന്നു. ഇത് തന്നെയാണ് ദൈവകൽപ്പന എന്ന് പറയണത്. ദൈവകൽപ്പന. ഞാൻ കൽപ്പന അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ നോക്കില്ല, ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട്. ഗൂഗിൾ നോക്കിയ ആൾക്കാർ വേറെ വഴിക്ക് തിരിച്ചു പോയി. അപ്പോൾ കൽപ്പന എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അല്ല നമുക്കിട്ട് പണി തരാൻ പറ്റിയിരിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ലൈഫ് കുറച്ചുകൂടി ദൈവത്തിന് ഏത് സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ആണ്. ഭയങ്കര ദൈവസ്നേഹം. നമ്മൾ കൽപ്പനകളെക്കുറിച്ച് കറക്റ്റായിട്ട് ചോദിച്ചാൽ എന്തൊരു അത് കൽപ്പന കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം പാലിക്കണതുണ്ടല്ലോ മക്കളെ, ഭയങ്കര നിസ്സാരമാണ്. ദൈവത്തിൻ്റെ വചനം അത് ഒന്നാമത്തേൽ ഹാർഡായിട്ടുള്ള വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം പോലും ദൈവം ഉണ്ടാക്കത്തില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥനയിൽ കണ്ടൻറ്റ് വൈസ് വെച്ചിരിക്കുന്നത്. കർത്താവ് ഒരു കണ്ടൻറ്റ് വെച്ചിട്ടില്ല. എന്താണ്? ഞങ്ങളെ അത് ചില ആൾക്കാർ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ ചെല്ലിയെങ്കിൽ ശരിയാണ്.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മീൻ ചെയ്യണം. കർത്താവേ, നിൻ്റെ നിന്ന് അകന്നു പോകുന്ന ഒരു കച്ചവടത്തിനും എൻ്റെ തല കൊണ്ട് വെച്ച് കൊടുത്തേക്കരുത്. ഐ കാൻ ബെയർ ഇറ്റ് എന്ന് പറയണം. അങ്ങനെ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അലവാത്തരങ്ങളിൽ നമ്മൾ ദൈവം രക്ഷിക്കും. അപ്പോൾ ആ ചേടത്തി എന്ന് പറയുന്നത് 12 കൊല്ലം, അപ്പോൾ ഈ 10-20 കൊല്ലമല്ലേ കല്യാണം കഴിക്കാതെ കുദാസ് ചെയ്യാതെ ജീവിച്ചതെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയണത് കുദാസ് ചെയ്യാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കല്ലേ. അതാണ് പറയണത്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം പോയി അവരുടെ വിശുദ്ധി പോണ സ്ഥലത്ത് വെച്ച് വിശ്വാസം പോകും. എൻ്റെ ഡൗട്ട് എന്താണ്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ലത്. ദൈവത്തിൻ്റെ ദാനമാണത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ല വിശ്വാസം. അല്ല നമ്മുടെ ലോകത്തിലുണ്ടാകുന്ന ജ്ഞാനങ്ങളെ പോലെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കണതാണ്. അതൊന്നുമല്ല. വിശ്വാസം ദൈവത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ദൈവികമായ നടപടിക്രമങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ പാദസ്വനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവ് നോക്കുന്ന വിവേചന ശക്തിയാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവദാനം തന്നെയാണ്. വിശുദ്ധി പോയാൽ വിശ്വാസം കുറയും. പക്ഷേ അപ്പോൾ എന്താ വേറൊരു ഗുണം ചെയ്ത്? അപ്പോഴേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ പ്രിൻസിക്കാണ് വിശ്വാസം ഇല്ലെന്ന് പറയണത്. പക്ഷേ ആർക്കാണ് വിശ്വാസം ഉള്ളത്? ജിൻസിക്ക് വിശ്വാസമുണ്ട്. അവൾ പറയണേ എൻ്റെ വിശ്വാസത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കണം എന്ന് പറയും. നിങ്ങൾ ഈ വർഷം കയറിപ്പോകുമെന്ന് പറയും. അത് അവരുടെ വിശ്വാസത്തിലല്ല. ആരാണ് ചെയ്ത് കൊടുത്തവൻ്റെ, അവിടെ നെറ്റിക്ക് കുരിച്ചിട്ടവൻ്റെ ഇട്ടവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി ചെയ്യണത്. അന്ന് രാത്രി ഒരു സംഭവം നടക്കും. അന്ന് രാത്രി ഈ പ്രിൻസിയുടെ നെറ്റിയിൽ ജിൻസി കുരിശിട്ട ദിവസം രാത്രി ഒരു സംഭവം നടക്കും. ഒരു ചേടത്തി വരും ബെഡ്റൂമിലേക്ക് രാത്രി ദർശനത്തിലാണ്. അവർ ജുമ്മ വന്ന് കയറി ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടെ മരിച്ചുപോയ അവിടെ അമ്മായിയപ്പൻ ഇവളുമായിട്ട് കൊണ്ട വൈരാഗ്യമായിരുന്നു. അവളുടെ ആ വൈരാഗ്യം ഇപ്പോഴും ഇവളുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സ്വപ്നത്തിൽ വരും. ഞാൻ പറയും, പ്രിൻസി എല്ലാം ശരിയാകും. അപ്പോഴും മനസ്സിലായി. ഇത് ഉടനെ ജിൻസിനെ വിളിച്ച് ഇവൾക്കാണെങ്കിൽ വല്ലാത്ത ഷിവർ ചെയ്യാൻ തുടങ്ങി. ഈ കാഴ്ചയോടുകൂടി ഭയങ്കര ഭീതിപ്പെടും. അതായത് സന്തോഷകരമായ സുഗതമായ എന്നാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ്. ഒരു സ്ത്രീ വന്ന് ഇറങ്ങിപ്പോകുന്നു. അത് പോയി സെക്കൻഡുകൾക്കുള്ളിൽ മരിച്ചുപോയ അമ്മായിയപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, പ്രിൻസി എല്ലാം ശരിയാകും. ഇത് പറയണ കൂടി ഇവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും. ഇവർ തിരിച്ച് വിളിക്കും. രാവിലെ എഴുന്നേറ്റ് ജിൻസിയെ വിളിക്കും. ജിൻസി, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. ന്യൂസിലൻഡിലേക്ക് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ ഇവർക്ക് പേടി, പരീക്ഷ ജയിക്കുകയോ ഇല്ലേന്ന്. പരീക്ഷയ്ക്ക് അമ്മ ജയിപ്പിച്ചിരിക്കും. എന്താണ്? സഞ്ചാരി മാതാവാണ്. നിൻ്റെ 39 വയസ്സ് 40 വയസ്സൊന്നുമല്ല. അമ്മ ഫയലെടുത്ത് പച്ചമണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്താൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ സ്ഥലങ്ങളിലും പച്ചടിച്ച് പോകും. എന്താ കാര്യം? ആൾ ഓൺലൈനിൽ നിൽക്കുകയല്ലേ. അവൾ പരീക്ഷ എഴുതി. ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ അവൾ പരീക്ഷ ജയിച്ച്. അപ്പോൾ ഉടനെ ഇത് എല്ലാ സാധനവും എടുത്ത് പേപ്പറെല്ലാം റെഡിയാക്കി ഏജൻസിക്ക് കൊടുത്തപ്പോൾ ഏജൻസി പറഞ്ഞ്, ഇത് ANM അല്ലേ, ഇത് നിങ്ങളിവിടെ ഹോം നേഴ്സല്ലേ, നിങ്ങൾ സർവീസ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സർവീസ് നേഴ്സിൻ്റെ നേഴ്സായിരുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓരോരുത്തരാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം കള്ള സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ കുമ്പനാട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലേ, ആരാണ്ട് എഴുതി കൊടുക്കണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ കാരണം ഇപ്പോൾ സായിപ്പിനും ഇസ്തായിക്കാർക്കും അറിയാം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് പണി തരാതിരിക്കാൻ വേണ്ടി അവർക്ക് അവിടെ കോവിഡ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോയത് കാരണം നിങ്ങളെ കളയാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴായാലും നമുക്ക് പണി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെന്താ ചോദിക്കണമെന്ന് അറിയാം, ഇവരോട് പ്രിൻസിയോട് ചോദിച്ചിരിക്കണത്, അവർ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ നിന്ന് സാലറി മാറിയ ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയും. അപ്പോഴേ അതിലെ പ്രശ്നം സർവീസ് ബാങ്കിൽ നിന്ന് സാലറി മാറി എടുത്തിട്ടുള്ള ബാങ്കുകാരുടെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. ഉടനെ ഇവർ ബോംബെയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവർ സാലറി മാറിയ ബാങ്കിലേക്ക് വിളിക്കും. ബാങ്കിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ എന്തോ ഹിന്ദിയൊക്കെ പറഞ്ഞ് സംഭവം യെസ് എന്നൊക്കെ പറഞ്ഞ് അത് പുതിയ മാനേജറാണെന്ന് അയാൾ ക്ലോസ് ചെയ്തു. പിന്നെ ഇവർക്ക് ഇപ്പോൾ സാലറി കൊടുത്തില്ല, അയാൾക്ക് എന്താ അതൊന്നും ചെയ്ത് കൊടുക്കത്തില്ല ആരും.
അപ്പോഴുടനെ ഇത് പിന്നെ തടസ്സമല്ല വന്നത്. അപ്പോൾ ഉടനെ ഇവൾ വീണ്ടും ഉടമ്പടിയെ ഉടമ്പടി സ്ട്രോങ് ആക്കി വെച്ചും ജിൻസിനെ വിളിക്കുമ്പോൾ പറഞ്ഞ് നീ കുഴപ്പമില്ല, നിനക്ക് പരിചയമുള്ള ബാങ്കുകാരെ വിളിക്കാൻ പറയും. അപ്പോൾ പരിചയമുള്ള ബാങ്കുകാർ ഇവളുടെ അക്കൗണ്ട് ബാങ്കുകാരനെ വിളിച്ചും പറയും, സാറേ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണം. സാർ ആ ബാങ്കിലോട്ട് വിളിക്കാൻ പറയാം, ബോംബെയിലാണ്. സാർ ആ ബാങ്കിലോട്ട് വിളിച്ച് പറഞ്ഞ് ജിൻസി എൻ്റെ കസ്റ്റമറാണ്, അവരവിടെ സാലറി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ, അതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഇങ്ങനെ തരാൻ പറയും. ആ 24 മണിക്കൂറിൽ ആ ബാലൻസ് ഷീറ്റ് കമ്പ്യൂട്ടറിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പെട്ടെന്ന സംഭവങ്ങൾ. അതായത് എന്ത് തടസ്സം ഉണ്ടായാലും ഉടമ്പടിയിലാണെങ്കിൽ അമ്മ കുജിക്കുന്ന പച്ച മനുഷ്യരിന് ഒപ്പിട്ടല്ലേ ഇതിങ്ങനെ കയറി പോകും. അതിനുശേഷം അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഏജൻസിക്ക് കൊടുക്കും. ഏജൻസി പേപ്പറെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ്, മാഡം ഈ സംഭവം നടക്കത്തില്ല കേട്ടാ. എന്താ കാര്യം? നിങ്ങൾക്ക് 39 വയസ്സുണ്ട്. ഈ 39 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ വിസയ്ക്ക് ന്യൂസിലൻഡിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയണത് ഇത് പക്ക റിജക്റ്റ്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റിജക്റ്റഡ് ആവും. റിജക്റ്റ് ആയത് പ്രശ്നമില്ല, ഞങ്ങളുടെ ഏജൻസിയുടെ സക്സസ് റേറ്റിംഗ് പോകും. ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് ആൾക്കാർ ഏജൻസിനെ സെർച്ച് ചെയ്യത്തില്ലേ, ഇപ്പോൾ റേറ്റിംഗ് നോക്കുമ്പോൾ റിജക്ഷൻ റേറ്റാണ് ഇവർക്ക് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകും, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറയും. അത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവിടെ ഇവളെന്ന് വെച്ച് അപ്പോൾ അതിനുള്ളിൽ ഇവൾ പറഞ്ഞ് ഒരു വാക്കുകൾ പറയും ഏജൻസിയോട്, ഇത് നിങ്ങൾ വിടണം, ഇല്ലെങ്കിൽ എന്നെ കത്തിക്കുത്തണ പോലെയാണ് കാര്യം. ഇത് വിട്ടാൽ പിറ്റേ ആഴ്ച, ഇതിന് 14 ദിവസമൊന്നും വേണ്ട, ഇത് പിറ്റേ ആഴ്ച ഇത് അവർ അംഗീകരിക്കും. എന്താ വെച്ചാൽ ഞാൻ ഉടമ്പടിയിലാണെന്ന് പറയും ഇവൾ. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസി എന്ന ലേഡി കറക്റ്റ് ദൈവ പൈതലായി കൺവേർട്ട് ചെയ്യണം. എന്താണ് വിശ്വാസത്തിലേക്ക് വരുന്ന കണ്ടില്ലേ? അവർ ഏജൻസിയോട് പറയുന്നത് എന്താണ്, ഇത് വെച്ചാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകുമെന്ന് പറയുമ്പോഴാണ് ഏജൻസിയോട് പറയണത് ഇത് വെക്കുക, ഇത് 14 ദിവസം പോലും വേണ്ടി വരത്തില്ല, 6 ദിവസം കൊണ്ട് ശരിയാവും. കാര്യം എന്താണ്, ഞാൻ ഉടമ്പടിയിലാണ്, സഞ്ചാരി മാതാവ് എംബസി ചെല്ലുമെന്ന് പറയും. അപ്പോൾ ഇവരുടെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവരെടുത്ത് വെച്ച് അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്, ഈ 39 വയസ്സുള്ള ആളിന് അവൾ പറഞ്ഞ പോലെ 6-ാം ദിവസം വിസ അടിച്ചു വന്നു. അവരുടെ അടുത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് എന്താ അറിയാമോ, ഇവളുടെ കൂടെ ഇൻ്റർവ്യൂവിന് പോയ ആൾക്കാരുണ്ട്, ഇവളുടെ കൂടെ ടെസ്റ്റ് എഴുതാൻ പോയ ആൾക്കാരുണ്ട്, അവരെല്ലാം നല്ല ഇംഗ്ലീഷ് മീഡിയമാണ്, അവരെല്ലാം ഫ്രഷ് ഹാൻഡ്സാണ്. അതേസമയം തന്നെ അവർക്ക് ആർക്കും വിസ ഇല്ല, ഇവൾക്ക് മാത്രമേ വിസയുള്ളൂ. ഈ സാക്ഷ്യം പ്രിൻസിവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്താണെന്ന് അറിയാമോ, സിംഹക്കുട്ടികളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോഴേ കഴിവുള്ളവരും അതുപോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാർ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയുന്നത്. സിംഹക്കുട്ടികളുണ്ടാകും, മെരിറ്റുള്ളവരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല, വിസ പാസ്സാകത്തില്ല. പക്ഷേ കർത്താവിനെ അവിടെ കക്ഷിയാക്കുന്നത് എന്താണ്, ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ അതാണ് ഉടമ്പടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതായത് ഒരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വിഷയം എൻ്റെ മക്കളെ, അതായത് ഒരു വിഷയം എടുത്താൽ പൊങ്ങാത്തതാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഉടമ്പടിയുടെ പരിധി വരുന്ന സബ്ജക്റ്റാണെന്നാണ്. സാധാരണ പ്രാർത്ഥന കൊണ്ട് അത് നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. എന്താ കാര്യം, അത് നമുക്ക് നമ്മുടെ കഴിവിനും നമ്മുടെ പരിധിക്കപ്പുറത്താണ്. നമ്മുടെ പരിധിക്കപ്പുറത്തേക്കൊരു വിഷയം വന്നാൽ പിന്നെ എന്താണ്, അപ്പം നിങ്ങളോർക്കും ഞങ്ങൾ ഉടമ്പടിയിലാണല്ലോ അച്ഛോ, ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. ഉടമ്പടിയിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അത് ദൈവത്തിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി എടുക്കുന്നതും ദൈവം അത് ഏറ്റെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെപ്പോഴും പരാജയപ്പെടുന്നത് ഉടമ്പടി എടുക്കും നിങ്ങൾ, പക്ഷെ ദൈവം അത് ഏറ്റെടുക്കത്തില്ല. അവിടെയാണ് ഈ തകരാറ് വരണത്. ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കണതും ഉടമ്പടി ദൈവം അത് ഏറ്റെടുക്കണതും തമ്മിൽ 2 സബ്ജക്റ്റാണ്. നമ്മുടെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കണമല്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വന്ന് 4 മണിക്കൂർ ചെലവഴിക്കണമെന്നേ ഉള്ളൂ. ഇത് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം, വഴിയേ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. വഴിയേ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി മാക്സിമം കോംപ്ലിക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്.
ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആംഗിൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോംവർക്ക് എല്ലാം കുറച്ച് തരാൻ പറ്റും. ഇത് കൂട്ടുക എന്നല്ല, ഹോംവർക്ക് കുറയ്ക്കുകയില്ല. കാര്യം വെച്ചാൽ ഹോംവർക്ക് വൃത്തിമേനായിട്ട് ചെയ്യണ ആൾക്കാർ ദൈവസ്നേഹം ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിലെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വസ്തുവിശ്വാസം, വിഷയവിശ്വാസം നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് പലർക്കും ഉള്ളത് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അവരാധി ഉള്ളത്, ദൈവത്തെക്കുറിച്ചല്ല. ഞങ്ങളൊക്കെ ഇവിടെ ഈ ഉടുപ്പ് വിട്ട് നിൽക്കുന്നതും നിങ്ങളൊക്കെ എല്ലാം ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ജന്മമുണ്ട്. എന്താ? ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവത്തിന് അറിയാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നും പറഞ്ഞ് ജീവിച്ചു കൂട്ടിയ ഒരു ജീവിതമുണ്ട്. അതാണ് എൻ്റെ ബേസ് എന്ന് പറയണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ റെക്ടിഫൈ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. എന്താ കാര്യം? ഞാൻ ജീവിക്കണത് അങ്ങയ്ക്ക് വേണ്ടിയാണെന്ന് ദൈവത്തിന് തോന്നണം. അപ്പോൾ ദൈവം ഉടമ്പടി നിങ്ങൾ എടുക്കണതും അത് ദൈവം അത് ഏറ്റെടുക്കുന്നതും രണ്ട് സബ്ജക്റ്റാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ്? നിങ്ങളുടെ ഉടമ്പടി, നിങ്ങൾ എടുത്ത ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത്? ഉടമ്പടി വിഷയങ്ങളെല്ലാം ചെയ്യണത് പക്ക ദൈവവിശ്വാസത്തോടുകൂടിയാണോ? പക്ക ദൈവസ്നേഹത്തോടു കൂടിയാണോ? ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവ പൈതലിനെ പോലെ ജീവിക്കുമോ? ഇതെല്ലാം ദൈവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത്. ഉടമ്പടി കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം പാലിക്കുമായിരിക്കും. അത് അങ്ങനെ പാലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കേവല വിശ്വാസമുള്ളവർക്ക് എല്ലാം പാലിക്കാൻ പറ്റും. ഉടമ്പടിക്കാലം ആ 90 ദിവസം കഴിഞ്ഞ് ചില ആൾക്കാർ പുതുക്കും, ചില ആൾക്കാർ പുതുക്കത്തില്ല. ചില ആൾക്കാർ പുതുക്കിയില്ലെങ്കിലും പുതുക്കിയ പോലെ ജീവിക്കും. ചില ആൾക്കാർ പുതുക്കിയാലും പുതുക്കാത്ത പോലെ ജീവിക്കും. അവർ ഉടമ്പടി പുതുക്കും. ഇവിടെ വന്ന് അവിടെയും ക്ലാസ് കേട്ട് ഇവിടെയും ക്ലാസ് കേട്ട് ഇവിടെ ഒപ്പമെടുത്ത് കൗൺസിലർ ചോദിക്കുമ്പോൾ യെസ് ഇടവകെ പ്രവർത്തിക്കുന്നുണ്ടോ, യെസ് ഉപവസിക്കുന്നുണ്ടോ, യെസ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ, യെസ് എല്ലാത്തിനും തലകുരിക്കും. ഒരു കുന്തവും ചെയ്യത്തില്ലെന്നറിയാം. നിങ്ങൾ ഉടമ്പടി ലക്ഷ്യം ദൈവമായിരിക്കണം, ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നിങ്ങൾ ഉടമ്പടി ജീവിക്കാനുള്ള കാരണം.